ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രയേലിലെ സമറിയായുടെ രാജാവായ അഹാബിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകനായ അഹസ്യ ഭരണം ഏറ്റെടുത്തു. 2 വർഷക്കാലമാണ് സമറിയയുടെ രാജാവായിട്ട് അദ്ദേഹത്തിന് വാഴുവാൻ കഴിഞ്ഞത്. കാരണം അവൻ തൻ്റെ പൂർവികരെ പോലെ തന്നെ ദൈവത്തെ പ്രകോപിപ്പിച്ചു, വിഗ്രഹങ്ങളെ സേവിച്ചു, ദുർഭൂതങ്ങൾക്ക് സേവ ചെയ്തും വിഗ്രഹങ്ങളെ ആരാധിച്ചും അവൻ മുന്നോട്ട് പോയി. അവൻ ജസബലിൻ്റെ പാവങ്ങളിൽ, അവൻ ജെറോബാബിൻ്റെ പാവങ്ങളിൽ മുഴുകിയിരുന്നു. അത് ദൈവത്തെ വളരെയേറെ പ്രകോപിപ്പിച്ചു. അവൻ്റെ ജീവിതത്തിലേക്ക് തകർച്ചകൾ കടന്നു വരികയാണ്. അഹസ്യ സമറിയയിലെ മട്ടുപ്പാവിൽ വെച്ച് അവൻ വീണു കിടപ്പിലായി. തൻ്റെ ജീവിതം ഇനി എങ്ങനെ എന്ന് തിരിച്ചറിയുവാൻ വേണ്ടി, ആ വീഴ്ചയിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കുമോ എന്ന് അറിയുവാൻ വേണ്ടി അവൻ എക്രോണിലെ ദേവനായ ബാൽസെബുവിൻ്റെ അടുത്തേക്ക് തൻ്റെ അനുയായികളെ അയച്ചു. അപ്പോൾ ദൈവമായ കർത്താവ് തിഷ്ബീനായ ഏലിയയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. നീ ചെന്ന് അഹസ്യായുടെ സേവകരോട് നീ ചെന്ന് പറയണം, ഇസ്രയേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നീ എക്രോണിലെ ദേവനായ ബാൽസെബുവിൻ്റെ അടുത്തേക്ക് ആളുകളെ അയച്ചത്? അതുകൊണ്ട് നീ രക്ഷപ്പെടുകയില്ല, നീ മരിക്കും. ഏലിയ പ്രവാചകൻ ഇപ്രകാരം അഹസ്യായുടെ സേവകരെ ചെന്ന് കണ്ടു. അവർ എക്രോണിലെ ദേവൻ്റെ അടുത്തേക്ക് പോയില്ല. അവർ തിരിച്ച് രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. രാജാവ് ചോദിച്ചു, നിങ്ങൾ ഇത്രയും വേഗം വന്നത് എന്ത്? പറഞ്ഞു, ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ ഒരുവൻ വന്നിട്ട് പറഞ്ഞു, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നിങ്ങൾ എക്രോണിലെ ദേവനായ ബാൽസെബുവിൻ്റെ അടുത്തേക്ക് പോകുന്നത്? അവൻ ജീവിക്കുകയില്ല, അവൻ മരിക്കും. അവൻ എഴുന്നേൽക്കുകയില്ല, അവൻ മരിക്കും എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അഹസ്യ ചോദിക്കുന്നുണ്ട്, അവൻ എങ്ങനെയിരിക്കുന്നു? അവർ പറഞ്ഞു, അവൻ രോമം കൊണ്ടുള്ള കുപ്പായവും അരയിൽ തോലുകൊണ്ടുള്ള അരപ്പട്ടയും അണിഞ്ഞിരിക്കുന്നു. അഹസ്യ അപ്പോൾ പറയുകയാണ്, അത് തിഷ്ബീനായ ഏലിയയാണ്. പ്രൈസ് ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം മറ്റു പലതിനെയും നാം ആരാധിക്കുമ്പോൾ അത് ദൈവത്തിനെതിരെ ചെയ്യുന്ന വലിയ തിന്മയാണ് എന്ന് തിരിച്ചറിയുക. ആരാധന വസ്തുക്കളോടുണ്ട്, വ്യക്തികളോടുണ്ട്, ചില വിഗ്രഹങ്ങളോടുണ്ട്. ഏതിനോടാണോ നിൻ്റെ ആരാധന? ചിലവർക്ക് സമ്പത്തിനോട് ആരാധനയാണ്, ചിലർക്ക് തന്നെ ആരാധിക്കുന്നവരുണ്ട്. ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. ദൈവത്തിന് മുമ്പിലാണ് സമ്പൂർണ്ണമായ സമർപ്പണം ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പ്രൈസ് ലോർഡ്. നമ്മുടെ വീഴ്ചയിൽ അനുദപിച്ച്
ദൈവത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ മേലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ടുവന്ന് നിറയുവാൻ, നമ്മുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് വിശുദ്ധിയോട് ജീവിക്കാൻ തക്കവിധം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആശ്രയ മാതാവെ തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.